ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇനി ബാക്കി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹോമോജീനസ് ഇക്വിലിബ്രിയം ഹെട്രോജീനസ് ഇക്വിലിബ്രിയാണ്. അതിൽ ഹോമോജീനസ് ഇക്വിലിബ്രിയ ഇൻ ലിക്വിഡ് സിസ്റ്റത്തിൽ അത് ചോദിക്കാറില്ല എക്സാമിന്, എന്നാലും മനസ്സിലാക്കി വെക്കുക. ദേ ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രഷർ. ഒരു ഹോമോജീനസ് ഇക്വിലിബ്രിയ ഇൻ ലിക്വിഡ് സിസ്റ്റത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിക്വിഡ് സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയ എന്ന് പറയുന്നത് ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രഷർ. അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള, നമുക്ക് ഇഫക്റ്റ് ഓഫ് പ്രഷറും ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറുമാണ് അല്ലേ. ഇഫക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ കെമിക്കൽ ഇക്വിലിബ്രിയാണ് നമുക്ക് പഠിക്കേണ്ടുന്നത്. അപ്പോൾ സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ there is no change in chemical equilibria in terms of pressure and concentration. Okay, so this is the degree of dissociation of acetic acid and ethanol giving ester as the product. Just പറഞ്ഞു തന്നേയുള്ളൂ കേട്ടോ. അടുത്തതാണ് ഹെട്രോജീനസ് ഇക്വിലിബ്രിയ. ഇതിൻ്റെയും ബേസിക്സ് നിങ്ങൾക്ക് ആവശ്യമില്ല, എന്നാലും വാട്ട് ഈസ് ഹെട്രോജീനസ് ഇക്വിലിബ്രിയ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണമല്ലോ. എന്താണ് ഹെട്രോജീനസ് ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഇൻ എ സിസ്റ്റം are in different states. All the constituents in a system under equilibrium in a different state. Giving an example, this is calcium carbonate. This is the decomposition reaction of calcium carbonate. Here calcium carbonate initially it is solid. After decomposition, getting calcium oxide and carbon dioxide as the product. Here calcium oxide is in solid state and carbon dioxide is in gaseous state. So here total state of the constituents participated in this reaction is different. This is solid and carbon dioxide is gaseous. അപ്പോൾ this is known as heterogeneous system. ഇതിൻ്റെ പ്രിലിംസ് ബേസിക്സ് നിങ്ങൾക്ക് എക്സാമിനൊന്നും ചോദിക്കില്ല, എന്നാലും മിസ് ടെക്സ്റ്റിലുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയുകയാണ്. എന്താണ് ഡിക്കമ്പോസിഷൻ ഓഫ് സോളിഡ് കാർബണേറ്റ് ആണ്. ജസ്റ്റ് കാൽഷ്യം കാർബണേറ്റിന് ഡിക്കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ആൻഡ് ഇറ്റ്സ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് എഴുതാം. That is activity of calcium oxide into activity of carbon dioxide divided by activity of calcium carbonate. പക്ഷേ നമ്മൾ ഒരു പ്യുവർ സോളിഡിൻ്റെ ആക്ടിവിറ്റി എപ്പോഴും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഓക്സൈഡും സോളിഡാണ്. സോ ഇൻ തെർമോഡൈനാമിക് concept, the activity of pure solid is equal to unity. So the equations becomes K is equal to activity of carbon dioxide. Here carbon dioxide is only the gas. Okay, ഇനി അപ്പോൾ ഗ്യാസ് ആയത് കാരണം ഇതിന് എന്തുണ്ടാകും? ഒരു പ്രഷർ ഉണ്ടാകും അല്ലേ. അപ്പം പ്രഷർ ഈ ഒരു റിയാക്ഷൻ നടക്കാൻ പ്രഷർ ഒരുപാട് ഹൈ പ്രഷറും വേണ്ട, ഒരുപാട് ലോ ടെമ്പറേച്ചറും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് ഐഡിയൽ ഗ്യാസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഐഡിയൽ ഗ്യാസിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ദർ ഈസ് നോ നീഡ് ഫോർ ടു ഹൈ പ്രഷർ ആൻഡ് ടു ലോ ടെമ്പറേച്ചർ ഫോർ കംപ്ലീറ്റിംഗ് എ റിയാക്ഷൻ അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. സോ ദ ഗ്യാസ് വിൽ ബി കൺസിഡേർഡ് ആസ് ഐഡിയൽ ഗ്യാസ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? KP ഇൻസ്റ്റെഡ് ഓഫ് ആക്ടിവിറ്റി we can use P, that is partial pressure. Here A is replaced by P, so K becomes KP, which is equal to P of CO2. ദെൻ ഇക്വിലിബ്രിയം സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പാർഷ്യൽ പ്രഷർ എന്തായിട്ട് മാറും? ടോട്ടൽ പ്രഷറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ P(CO2) is equal to ടോട്ടൽ പ്രഷർ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ല, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി അവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഡിസോസിയേഷൻ ഓഫ് അമോണിയം തയോസൾഫേറ്റും. തയോസൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NH4HS ആണ്. അത് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമോണിയം ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് കിട്ടും. എഗെയിൻ ഇതിൻ്റെ ആക്ടിവിറ്റി നമ്മൾ എഴുതുക. ദെൻ ഹിയർ അമോണിയം തയോസൾഫേറ്റ് ഇസ് സോളിഡാണ്. സോ ഇതെന്താക്കി മാറ്റും? നമ്മൾ സോളിഡിൻ്റെത് 1 ആക്കി മാറ്റും. സോ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
just activity of ammonia and activity of hydrogen sulfide, and also നമ്മൾ ഐഡിയൽ ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ബിക്കോസ് ദർ ഈസ് നോ നീഡ് ഫോർ വെരി ടു ഹൈ pressure and very too low temperature. So under that condition, the gaseous mixtures or gaseous products are considered as ideal. So Kp is equal to P of ammonia into P of H2S. Okay, ഇനി നമുക്ക് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇക്യുമോളർ എമൗണ്ട്സിലാണ് ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് ഹാഫ് ആയിരിക്കണം, ഇതും ഹാഫ് ആയിരിക്കണം. കാരണം ഇവിടെ 1 മോളാണ് അമോണിയം തയോസൾഫേറ്റ്. സോ ഹിയർ 1 മോളും 1 മോളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഇക്വിലിബ്രിയേറ്റഡ് ആയി, ഇത് ടൈപ്പ് 2 റിയാക്ഷൻ ആയി പോകും അല്ലേ. Kp നോട്ട് ഈക്വൽ ടു Kc. ഓക്കെ, ആ ടൈപ്പ് 2. അപ്പോൾ ഇവിടെ ഇക്യുമോളർ മിക്സ്ചേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹാഫ് ആൻഡ് ദിസ് ഇസ് ഹാഫ്. സോ Kp ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഹാഫ് P into half P, that is P of ammonia is equal to P of H2S, which is equal to half P, because the ammonia and H2S are produced in equimolar amounts. So after that we are getting Kp is equal to 1/4 P square. Okay, അപ്പം ഇതും ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ബേസ് പറഞ്ഞതേ ഉള്ളൂ, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, മനസ്സിലാക്കി വെക്കുക. നമുക്ക് ആവശ്യം ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. അത് എല്ലാ വർഷം എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.